നമസ്കാരം. ആരാണ് ഈ പിണറായി വിജയൻ? എന്താണ് പിണറായി വിജയന് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുള്ള റോൾ? പിണറായിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ, പ്രതികരിക്കുന്നവർ, പ്രതിഷേധിക്കുന്നവർ ജയിലറകളിൽ ഉറങ്ങേണ്ടി വരുന്ന സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടാകുന്നു? പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ, അതാണായാലും ഇനി പെണ്ണായാലും, തടങ്കൽ പാളയങ്ങളിൽ മാത്രമായിരിക്കും അവരെ അടയ്ക്കുക. സമരം ചെയ്യാനെത്തുന്ന യുവതികളെ തെരുവിൽ വേട്ടയാടപ്പെടും. പിണറായിയുടെ പോലീസിന് പേ പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നവരെ തെരുവിൽ വലിച്ചിഴയ്ക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന മാനസികമായിട്ടുള്ള നിലയിൽ അത്തരത്തിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളടക്കം മുന്നോട്ട് പോകുന്നത്. പിണറായിക്ക് നട്ടപ്രാന്തളയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. പിടിച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു. സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്ക് നേരെ നടക്കുന്ന നരനായാട്ടിൽ രോഷം ആടിപ്പടർന്നു നിൽക്കുമ്പോൾ ചില തുറന്നടിക്കലുകൾ ആവശ്യമാണ് എന്ന് പറയേണ്ടി വരും. പിണറായി വിജയൻ അധികാരമുള്ളതിൻ്റെ ഹുങ്കിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ തുറന്നു കാട്ടാതെ പോകുന്നത് ശരിയല്ല എന്ന് കൂടി പറയട്ടെ. കിട്ടിയിരിക്കുന്നത് പുറം പൊളിക്കുന്ന അടിയാണ്, കൊടുത്തിരിക്കുന്നതോ മുഖ്യ ശത്രുവും. യുവതികളോട് അടക്കം, അല്ലെങ്കിൽ യുവതികളോട് പോലും കുടിപ്പകയെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തൻ്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും അന്ധനായാലും ബധിരനായാലും മുടന്തനായാലും ഇനി ഇരുകാലുകളും നഷ്ടപ്പെട്ടവനായാലും ശരി, തെരുവിൽ അവനെ അനധികൃത താൽക്കാലിക കോട്ടകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോട്ടകൾ പണിതോ മനുഷ്യ സ്വാതന്ത്ര്യം ഹനിച്ചോ ഒക്കെ ഇവരെയൊക്കെ പോലീസിൻ്റെ സഹായത്തോടെ തടങ്കൽ പാളയങ്ങൾ കൊണ്ടിട്ടോ രാവണൻ കോട്ടകൾ തീർത്തോ സേനാവ്യൂഹം സുരക്ഷിതത്വം ഉറപ്പാക്കി എന്ന് വരുത്തി അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമ്പോൾ മാത്രം ഭരണത്തലവൻ അത് കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നത് ഇപ്പോൾ കേരളത്തിലൊരു പതിവ് ദൃശ്യമായി, ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് പെൺകുട്ടികൾ അടക്കമുള്ള കൗമാരപ്രായക്കാരെയും യുവതി യുവാക്കളെയും തെരുവിൽ വേട്ടയാടുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അതിന് ഒത്താശ ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കം, അതിൽ യുവതികളടക്കം ആ സമരത്തിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകുമ്പോൾ തറയിൽ വീണ് കിടക്കുന്ന പെൺകുട്ടിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴയ്ക്കുന്ന പോലീസുകാരനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഒരു സ്ത്രീയെപ്പോലും വെറുതെ വിടാൻ തയ്യാറല്ലാത്ത ഒരു പോലീസായി മാറിയിരിക്കുന്നു. അവരുടെ നരനായാട്ട് പേക്കൂത്ത് നടക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതെല്ലാം കണ്ട് ആനന്ദിക്കുന്ന ഒരു മാനസിക നിലയിലേക്ക്, അത്തരത്തിലൊരു മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് യാത്രയിൽ പോലും ഇത്തരം ഹിംസാത്മകമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് തന്നെ നിയമം ലംഘിക്കുന്ന സംഭവ പരമ്പരകൾക്കാണ് അന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. കേരളത്തിൽ രണ്ട് തരം പൗരന്മാരുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം നവകേരള സദസ്സിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. കണ്ടു കാണുമല്ലോ. പോലീസ് സേനയ്ക്ക് സത്യം പറഞ്ഞാൽ പേയ് ഇളകിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പരമോന്നത നീതിപീഠം തന്നെ പലവട്ടം ഇക്കാര്യത്തിൽ ഇടപെടുകയും പലപ്പോഴും കർക്കശമായിട്ടുള്ള ശാസനയും താക്കീതും നൽകിയിട്ട് പോലും നമ്മളിത് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് എന്ന് പറയേണ്ടി വരുന്നു. ഒട്ടേറെ വിദ്യാർത്ഥിനികളുടെ ആരോഗ്യവും ഭാവി ജീവിതവും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള നടപടികളാണ് കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും ആശുപത്രി ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഇപ്പോഴുണ്ട്. എന്തെങ്കിലും മുട്ടാപ്പൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞാണ് മുഖ്യമന്ത്രി പലപ്പോഴും രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടതാണല്ലോ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ നവകേരള സദസ്സിൻ്റെ ബസ്സിന് നേരെ ആകെ 1, 2, 3 പേർ ചേർന്നിട്ട് ഒരു കരിങ്കൊടി കാണിച്ചൊരു പ്രതിഷേധം നടത്തിയാൽ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അവരെ രക്ഷിക്കുന്ന മാർഗം പഠിപ്പിച്ചു തന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടതാണ്. സ്വന്തം ജനങ്ങളെ അധികാരദണ്ഡ് ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നത് ആർക്കാണ് ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കുക എന്ന് നമുക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. കേരളത്തിലുണ്ടായ സ്ഥിതിവിശേഷമാണ്. അധികാരത്തിൻ്റെ ദണ്ഡ് ഉപയോഗിച്ച് സ്വന്തം ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി ചിലപ്പോൾ കേരളത്തിൽ നടാടെയാണ്. ഈ പിണറായി വിജയൻ മാത്രമാണ് അത്തരത്തിലുണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരുന്നു.
കേരളത്തിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന സ്ഫോടകാവസ്ഥ എന്ന് പറയപ്പെടുന്ന വളരെ വലുതാണ്. ജനങ്ങൾ കലുഷിതമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. ഏറെ ഞെട്ടിക്കുന്നത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഭരണഘടനയ്ക്ക് അതീതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്. ജനങ്ങളിൽ ഒരു വിഭാഗത്തെ രണ്ടാം സ്ഥാനക്കാരായി അവരെ അവമതിപ്പുണ്ടാക്കാൻ പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ നീക്കമുള്ളതായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായിട്ടുള്ള ആരോപണം വളരെ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട്. ഭരണത്തിൻ്റെ കടിഞ്ഞാൻ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ വലിയ വിഭാഗം പാർട്ടി അണികളിൽ അസ്വസ്ഥത അതിനൊരു വഴിമരുന്നിട്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു വലിയ സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നു എന്ന് പറയേണ്ടി വരും. ഹിമക്കട്ടയുടെ അറ്റം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു മഞ്ഞുരുകാനുള്ള സമയം, മഞ്ഞിൻ്റെ ഒരു അറ്റം മാത്രം നമ്മൾ കാണുകയായിരുന്നു. ശക്തിധരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നതും ഇത്തരത്തിൽ ചില വാചകങ്ങൾ തന്നെയാണ്. അതായത് പോലീസിനെ വേട്ടക്കിറക്കി വിട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി എന്നാണ്. തനിക്ക് നേരെ ഒരു സമരവും ഉണ്ടാകരുത്, ഒരു കരിങ്കൊടിയും തനിക്കെതിരെ ഉയരരുത്, ഇതാണ് മുഖ്യൻ്റെ കൽപ്പന. അത് ശിരസ വഹിച്ച് മുന്നോട്ട് പോകുന്ന പോലീസ് സേനയെ കാണേണ്ടി വരുന്ന ഗതികേടിൽ കേരളം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു. ഇത്രത്തോളം നീചമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിനെ കൊണ്ടെത്തിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഹിച്ച പങ്ക് നിസ്തൂലമാണ് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം കെടുകാര്യസ്ഥതയുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ലജ്ജയോടുകൂടി തന്നെ കാണേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായി പോലീസുകാർ തരം താഴുന്നു. നീതി നിർവഹണം നടത്തേണ്ട തലതൊട്ടപ്പന്മാരായിട്ടുള്ള പോലീസുകാർ വരെ ഏറാൻ മൂളികളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സർക്കാരിൽ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ലജ്ജാകരമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രതിഷേധിക്കുന്നവനെ, പ്രതികരിക്കുന്നവനെ, സമരം ചെയ്യുന്നവനെ തുറുങ്കിലടയ്ക്കുന്ന കരാള ഹൃദയമുള്ള ഒരു മനുഷ്യനായി മാറുന്നു പിണറായി വിജയൻ. ഇത്തരത്തിൽ മനുഷ്യ സമൂഹത്തെ, ജനങ്ങളെ, സ്വന്തം ജനങ്ങളെ, പ്രജകളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുവാനും ജയിലറയിൽ അടയ്ക്കുവാനും മാത്രമായി ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം ഈ കേരളത്തിനുണ്ടോ എന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നവകേരള സദസ്സ് നടത്തി എന്ത് നേട്ടമുണ്ടാക്കി എന്ന് പറയേണ്ട ബാധ്യതയും ഈ മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ചേർന്ന് കോടികളുടെ അഴിമതി നടത്തുമ്പോൾ ആ അഴിമതി കണ്ടില്ല എന്ന് നടിക്കപ്പെടുന്ന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു മന്ത്രിസഭയും, ഒപ്പം തന്നെ ഈ മന്ത്രിസഭയെ താങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനവുമുണ്ട്. ഇതിനും മറുപടി പറയേണ്ടത് സർക്കാരും മന്ത്രിമാരും ഈ പാർട്ടി സംവിധാനവുമാണ്. MV ഗോവിന്ദനൊന്നും ഒരു വാചകം മിണ്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കു പറയാൻ കഴിയാത്ത കുറെ ഏറാം മൂളികളായിട്ട് സഖാക്കന്മാരുടെ നിരയായി മാറുന്നു AKG സെന്ററിനുള്ളിൽ എന്ന് പറയേണ്ടി വരുന്നു. ഗതികേടാണിത് കേരളത്തിൻ്റെത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ചിന്തയും ശക്തിയും മനസ്സ് നിറയെ അത്തരത്തിലുള്ള ചിന്താശക്തികളും അത്തരത്തിലുള്ള ചിന്താധാരകളും ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ വരെ മനസ്സുകൊണ്ട് മരവിച്ചു പോയിരിക്കുന്നു, മനസ്സുകൊണ്ട് മരിച്ചു പോയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസം തകർന്നടിച്ചിരിക്കുന്നു കേരളത്തിൽ എന്ന് പറയേണ്ടി വരുന്നു. സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നുമില്ല, ഫ്യൂഡലിസം മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഫാസിസ്റ്റ് ചിന്താഗതികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തേർവാഴ്ചയാണ്, ഏകാധിപത്യ വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഏറാൻ മൂളികളായി കുറേ മന്ത്രിമാരും MLA മാരും അദ്ദേഹത്തിൻ്റെ ഓശാന പാടി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു. പാർട്ടി സംവിധാനത്തിൽ തന്നെ ഏകാധിപതിയായി പിണറായി വിജയൻ മാറുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കൂട്ടുകൂടാനും അദ്ദേഹത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളുവാനും അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂളികളായി കൽപ്പനകൾ ശിരസാ വഹിച്ച് കൂടെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടറിയെ വരെ കാണേണ്ടി വരുന്ന ഗതികേടിലേക്ക് AKG സെൻറ്ററും കേരളവും മാറുന്നു എന്നുള്ളത് ഗതികേടാണ്. ഇത്രയെങ്കിലും തുറന്നു പറഞ്ഞില്ല എങ്കിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ ബോധ്യമുണ്ടാവില്ല. നാളെ ഒരു മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാർ വരാതിരുന്നാൽ വീണ്ടും ഒരു വാർത്തയുമായി ഞാനും എത്തും. നമസ്കാരം.